ഹലോ നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണേ. അപ്പോൾ തമിഴ്നാട്ടിലാണ്, അടിപൊളി കാഴ്ചകൾ തേടി ഇറങ്ങിയാണ്. തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. തെന്മല വരെ മഴയായിരുന്നു. അത് രാവിലെ നമ്മൾ സൂപ്പർ കാഴ്ചകൾ തേടി ഇറങ്ങി. രാവിലെ ചക്കക്കാഴ്ചയെ കൊടുത്തു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തെങ്കാശിയിലേക്ക് പോകുമ്പോൾ ചെങ്കോട്ട ബോർഡറിലാണ്. ചെങ്കോട്ടയിൽ നമ്മൾ മാമ്പഴക്കാലമാണ്. നല്ല അടിപൊളി മാമ്പഴം കിട്ടുന്ന ഒരു വേലിച്ചാമ്പി ചേട്ടന്റെ കട എന്റെ പിന്നിലുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് മാമ്പഴത്തിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞോളാം അല്ലേ. അപ്പൊ ഇന്ന് തമിഴ്നാടൻ കാഴ്ചകളാണ്. ആ കാഴ്ചകൾ എല്ലാവരും കണ്ട് അഭിപ്രായം പറയണം. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് യാത്ര പോകാൻ ഏറ്റവും നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ വലിയ മഴയുമില്ല, വെയിലുമുണ്ട്, ചൂടുമുണ്ട്, എല്ലാം ഉണ്ട്. ഇടയ്ക്ക് നല്ല മഴയായിരുന്നു. മാമ്പഴക്കട പുറകിലുണ്ട്, കിടിലം മാങ്ങകളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ടുകളെ. ഓക്കെ. അപ്പോ നമ്മളിതേ നമ്മുടെ തിരുമംഗലം ദേശീയപാത ചെങ്കോട്ടിൽ ഇറങ്ങുന്നിടത്ത് അടുത്ത ചക്കക്കാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ മാങ്ങ കാഴ്ച. അടിപൊളി മാങ്ങകളാണ്. മാങ്ങയുടെ പേരൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ ആരെങ്കിലും വരുന്നെങ്കിൽ ഇവിടെ ആണെങ്കിൽ കാർബൈഡ് വെക്കാത്ത മാങ്ങയുണ്ട് കേട്ടോ. കാർബൈഡ് വെക്കാതെ പഴുപ്പിച്ച മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇറങ്ങിയത്. ഇതേ മാങ്ങ കാണുമ്പോൾ തന്നെ അറിയാം, മായമില്ലാത്ത മാങ്ങ. അതേപോലെ ഫാമിൽ നിന്ന് കൊണ്ടുവന്നല്ലേ, ചാക്കിൽ വെച്ച് പഴുപ്പിക്കുന്നല്ലേ. ചേട്ടന്റെ പേരെന്തുവാ? അല്ല, നമ്മൾ പാട്ടം എടുത്തേക്കുന്നത്. നമ്മൾ പാട്ടം എടുത്തിട്ട് അവിടെ പറിക്കുന്നത്. അവരെ ലോഡിന് വെളിയിൽ കൊടുക്കും. മീതി മാങ്ങ നമ്മളുടെ കച്ചവടത്തിന് ഉണ്ടല്ലേ. ഇതെന്തൊരു മാങ്ങയാ ഈ മാങ്ങ? ഇത് അച്ചാറിന്റെ മാങ്ങ, കത്താളം മറയ്ക്കാതില്ല, കളിപ്പിക്കില്ല. അച്ചാറിന് മാത്രമേ ഉള്ളൂ. വലിയ പുളിയില്ലല്ലേ? പുളി കാണും, പുളി കാണും. പഴുത്ത ചെറിയ പുളി കാണും, പഴുത്ത ചെറിയ പുളി. ചേലമാങ്ങാന്ന് പറയും കേരളത്തിൽ. ചേലമാങ്ങ ഇവിടെ കള്ളാമാന്ന് പറയും. ഇത് നീലം. നീലം നീലത്തിനാണ് മാർക്കറ്റ് കൂടുതൽ. നീലത്തിനാണ് മാർക്കറ്റ് കൂടുതൽ, ടേസ്റ്റ് കൂടുതൽ. ഒത്തിരി ദിവസം കാണും അത്, ചീത്തയാകത്തില്ല. സീസൺ കഴിഞ്ഞാൽ കുറച്ചാള് കാണും. ഇത് ഇനി 10-15 ദിവസം കാണും. ഇത് സപ്പോട്ട പകനപ്പള്ളി. ഇതിന് കിലോ എന്തോ വിലയാ? ഇനി കിലോ 80-90 വരയ്ക്ക് പോടും. നീലത്തിന് അതേ റേറ്റ് തന്നെ. നമ്മുടെ സിന്ദൂരം ഉണ്ടല്ലേ? സെന്തൂരം ഉണ്ട്. സെന്തൂരം തീരാറായച്ചി. നടക്കുവോ? കുഴപ്പമില്ല, കച്ചവടം നടക്കും. സിന്ദൂരം കിലോ എന്തോ വിലയുണ്ട്? ഇത് സെന്തൂരം 80 രൂപ കൊടുക്കും. 80 ചെറിയതാണെങ്കിൽ 1.5 കിലോ 100. അത് സെന്തൂരം. ഇത് നീലം. ഇത് പവൻവാളപ്പൂ. അതിന്റെ പേര് പവൻവാളപ്പൂ. 15 കിലോ. അത് കിലോ 50 രൂപ. അത് നമ്മുടെ ഇവിടെ ഈ നാടൻ മാങ്ങ, അത് ഹൈബ്രിഡ് ഒരു ക്വാളിറ്റിയാ. ഇത് കാലാപ്പാടി. ഇത് കർണാടകത്തിൽ കൂടുതലുള്ള. ഉണ്ട്. ധാരാളം ഉണ്ടോ? ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് 150 രൂപ വില കൂടുതൽ. മറ്റേ ആൽഫോൺസ വില കൂടുതൽ. ടേസ്റ്റ് നല്ല ടേസ്റ്റ്. ഇതിന്റെ ഇമാം ബാസ അൽഫോൺസ അതിന്റെ കൂട്ടത്തിലുള്ളത്. അത് നീലം. ഇത് അൽഫോൺസ. അത് 150 രൂപ. നീലം 100 രൂപ. വലുത്. ചെറുത് 1.5 കിലോ 100 രൂപ. ആപ്പിൾ മാങ്ങ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്, പിടിച്ചു കിടക്കുന്ന. ഇത് 100 രൂപ. ഇത് മരത്തിലെ മൂട്ടിലെ പഴുത്തതാ. എന്താ മരത്തിൽ നിന്ന് പഴുക്കുന്നേ? മൂട്ടിലെ പഴുത്തത്. നല്ല ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ്. മണമുണ്ടോ? ഇത് മണമുണ്ട്. ചെറിയ മണം കാണും. ചെറിയ മണം. കിലോ 100. കഴിഞ്ഞ വർഷം 5 കിലോ 200 രൂപ കൊടുത്തതാ. ഈ വർഷം ഇല്ല, കുറവ്. മൊത്തത്തിൽ കുറവ്. 102% தான் பிடிச்சிருக்கு. மாங்க வரும். அப்படி தண்ணி அதே படிக்கு வைக்க அதே படிக்கு பழகும். அது பழகும். നമ്മൾ ഏതും ചെയ്യത്തില്ല. അങ്ങനെ കൂടുതൽ പളുപ്പ് ആയില്ലെങ്കിൽ ഇത്തിരി പേപ്പർ ഇടുന്നില്ലേ. ഇതൊക്കെ നാളെ പളാവും. ഇന്നലെ പറിച്ചത് നീലം. ഈ വലിയ സൈസ് ആകുമ്പോ 110 രൂപ പറയും. 110 രൂപ വലിയ സൈസ്. 2 മാങ്ങ 1 കിലോ പുറത്ത് കാണാം. വലിയ സൈസ്. ഇത് സപ്പോട്ട പച്ച. പച്ച. ഇത് 80 രൂപ പോകും. നിറയെ എടുക്കല സമയമില്ല. ഈ മഴ ആയതുകൊണ്ട് മരത്തിലെ കയറാൻ പറ്റത്തില്ല. മാങ്ങ ഉണ്ട്. ഇനി ഒരു 10 ദിവസം കൂടെ തീർന്നില്ല. ഇനി ഒരു 10 ദിവസം ഓരോ ഐറ്റങ്ങൾ കുറയും. സെന്തൂരം അങ്ങനെ ക്രേപ്പ് അങ്ങനെ ഐറ്റങ്ങൾ കുറയും. നീലമാങ്ങ മാത്രമേ നിൽക്കും. തെങ്കാശി അങ്ങനെയുള്ള ഭാഗത്തല്ലേ ഏറ്റവും കൂടുതൽ മാങ്ങ ഉള്ളത്? ഇവിടെ തന്നെ. ഇവിടെ ഐന്തരുവി, പുളിയറ, ഇവിടെ മാങ്ങ കൂടുതൽ. പിന്നെ അങ്ങോട്ടൊക്കെ തൈമാവ് കുറച്ചേ ഉള്ളൂ. ഉണ്ട്. കാലപ്പാടി. ഇത് നമ്മൾ പറഞ്ഞ സപ്പോട്ട കളർ വ്യത്യാസം. ഇത് റുമാനിയ. ഓരോന്നിനും ഓരോ കളർ വ്യത്യാസം ഉണ്ടല്ലേ. ഇത് മറ്റേ ചേലമാങ്ങാണ് പറയും.
ഇത് തന്നെ വെളുത്തത് തന്നെ പഴുത്ത അത് കാണുമ്പോ നമുക്കറിയാം തന്നെ പഴുത്ത മാങ്ങ കാണുമ്പോ നമുക്കറിയാം கருணியில இங்க இருக்குண்ணே உள்ள இருக்குண்ணே இந்த இருக்கு கருணியில இருக்கு இது கருணியில தான் நீ அன்னைக்கு ஒரே பிறகு போய் வாங்கிட்டு இருந்தேன் பார்டர்ல போய் எடுத்திருக்கேன் ஆமா வேணுமா எடுக்க போறல சரி നാടൻ മാങ്ങകള് സാധാരണ രീതി പഴുപ്പിച്ച കാർബൈഡ് വെക്കാത്ത മാങ്ങയാണ് നമുക്ക് കാണുമ്പോൾ അറിയാം കാർബൈഡ് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ മഞ്ഞ കളറാവും തീരുമോ ഇത് 2 ദിവസം 3 ദിവസം ആവും നമുക്ക് കച്ചവടം വലിയ കച്ചവടം ഈ കുട്ടാളി സീസൺ ആയതുകൊണ്ട് 1 ദിവസത്തിലേ കാലിയാവും സീസൺ ആവുകയാണെങ്കിൽ 1 ദിവസത്തിലേ കാലി കച്ചവടമാവും വെള്ളം ഇപ്പൊ വെള്ളം വീഴുന്നുണ്ട് കൂട്ടം ഭയങ്കര കൂട്ടം അതെ 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 കുറ്റാളം പഴയ കുറ്റാളം ഇവിടെ ഇത്രയും വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ബിസിനസ്സും എല്ലാം ഈ കുറ്റാലത്തില് വെള്ളം വീഴുന്നിട്ട് അവിടെ ആൾക്കാർ കച്ചവടം. അപ്പൊ നമ്മള് മാമ്പഴക്കാലമാണ് നമ്മുടെ തമിഴ്നാട്ടില് തെങ്കാശിയില്. അപ്പൊ മുരുകരാജാണ് ഇവിടെ തമിഴ്നാട്ടിലെ കടയിലെ മാമ്പഴത്തിന്റെ കച്ചവടം. അപ്പൊ നമ്മൾ ഈ ബോർഡറിൽ നിങ്ങൾ വരുമ്പോ എല്ലാവരും ഇറങ്ങണം കേട്ടോ. ഇതിനൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്തോന്ന് വെച്ചാല് നമ്മൾ എല്ലാവരും ചില ഈ മാമ്പഴം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഫുള്ള് കളറാണ്. സിന്ദൂരൊക്കെ എപ്പോഴും ആ ഒരു കളർ തന്നെ പഴുത്ത് കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ ഒരു കാർബൈഡും വെക്കാതെ നാച്ചുറൽ ആയിട്ടാണ് അവരിങ്ങനെ അകത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഒരു കാർബൈഡും ഒന്നും വെക്കാതെ പഴുപ്പിച്ചെടുക്കുന്ന മാമ്പഴം. അത് ആളുകൾക്ക് ഇപ്പൊ അറിയാം ഇങ്ങനെ മാമ്പഴമൊക്കെ കാർബൈഡ് വെച്ച് പഴുപ്പിക്കുന്നു എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ആൾ മേടിക്കില്ല. അതുകൊണ്ട് അവർ നാച്ചുറലായിട്ട് തന്നെ പഴുപ്പിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ചാക്കും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറും വെച്ച് പഠിപ്പിക്കുന്നതൊക്കെ തന്നെ ഇവിടെ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ ബോർഡറിൽ ഇങ്ങോട്ട് ഫസ്റ്റ് ഇറങ്ങി ചക്കക്കട അടിഞ്ഞുകൊണ്ട് വലതുവശത്താണെന്ന് നമ്മുടെ മാമ്പഴക്കടയിൽ ഇറങ്ങി മാമ്പഴമൊക്കെ മേടിച്ചിട്ട് പോകണം. എല്ലാം വാങ്ങിയുണ്ട്. സിന്ദൂരയും സപ്പോട്ടയും മാൽഗോവയും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ തമിഴ്നാട്ടിലെ കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും നമ്മൾ അടുത്ത കാഴ്ച തേടി പോവുകയാണ്. ഓക്കെ.